الحمد لله جاعل الظلمات والنور رافع السماوات فلا يرى بها فطور وباسط الأرض وممسكها أن تمور خلق الإنس والجن ورباهم بنعمه يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. وأشهد أن لا إله إلا الله وحده لا شريك له بيده صلاح عباده وإليه المصير. وأشهد أن محمدًا عبده ورسوله البشير النذير والسراج المنير صلى الله عليه وعلى آله وأصحابه إلى يوم النشور. أما بعد، فاتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്, ഒരു സമ്മാനമാണ് മക്കൾ എന്നുള്ളത്. ആമുഖമായി ഓതിവെച്ച സൂറത്തുൻ നഹ്ലിൻ്റെ 72-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ നിശ്ചയിച്ചവനാകുന്നു അല്ലാഹു. വജഅല ലക്കും മിൻ അസ്വാജികും ബനീൻ വഹഫദ. നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും നൽകിയവനാകുന്നു അവൻ. വറസഖകും മിനത്ത്-ത്വയ്യിബാത്ത്. വിശിഷ്ടമായ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഉപജീവനം നൽകിയവനുമാകുന്നു അവൻ. അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ. ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നത് അള്ളാഹുവാണെന്നിരിക്കെ അള്ളാഹുവല്ലാത്ത നിരർത്ഥകമായ മറ്റുള്ള കാര്യങ്ങളിൽ, മറ്റുള്ള ദൈവങ്ങളിലും ആരാധ്യന്മാരിലുമൊക്കെയാണോ അവർ വിശ്വസിക്കുന്നത്? വബിനിഅ്മത്തില്ലാഹി ഹും യക്ഫുറൂൻ. അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത ഈ വലിയ അനുഗ്രഹത്തിന് അവർ നന്ദികേട് കാണിക്കുകയാണല്ലോ, അവർ അതിനെ നിഷേധിക്കുകയാണല്ലോ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകിയ വലിയൊരു മിന്നത്താണ്, അനുഗ്രഹമാണ് സാലിഹായ സന്താനം, നല്ല മക്കൾ എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ കണ്ണിന് കുളിർമ ലഭിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും അവന് വലിയ അനുഗ്രഹമായി മാറുന്ന അള്ളാഹു നൽകുന്ന വലിയൊരു മിന്നത്താണ്, അനുഗ്രഹമാണ് സാലിഹീങ്ങളായ സന്താനം.
അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെയൊക്കെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നപ്പോൾ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു സ്വാലിഹായ മക്കളെ നൽകണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു കൊടുക്കുന്നുണ്ട്. സൂറത്തു സാഫാത്തിൻ്റെ 100-ാമത്തെ ആയത്തിൽ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹീങ്ങളിൽ നിന്ന് നീ എനിക്ക് നൽകണമേ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണമേ. സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ, വിശിഷ്ടമായ മക്കളെ നീ എനിക്ക് നൽകണമേ. അതുപോലെ ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ അള്ളാഹു എടുത്തു പറഞ്ഞു റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ, അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഇണകളിൽ നിന്നും, ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമ ഞങ്ങൾക്ക് നീ നൽകണമേ. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് സ്വാലിഹീങ്ങളായ സന്താനം. പ്രവാചകന്മാരൊക്കെ ആ അനുഗ്രഹത്തിൻ്റെ വലുപ്പം തിരിച്ചറിയുകയും അത് റബ്ബിനോട് തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു സ്വാലിഹായ സന്താനം ഒരു മാതാവിന്, ഒരു പിതാവിന് ഏറ്റവും നല്ല അനുഗ്രഹമായി തീരുന്നത്? ഏറ്റവും പ്രധാനമായും അത് അനുഗ്രഹമാകുന്നത് ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇസ്തിഗ്ഫാർ തേടുകയും അവർക്ക് വേണ്ടി പിന്നെ നന്മകൾ ചെയ്യുകയും ചെയ്യുന്നവരായി തീരുക എന്നുള്ളതാണ്. ആ മാതാപിതാക്കൾ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയാലും അവരുടെ നന്മകൾ തുടർന്നുകൊണ്ടിരിക്കും മക്കളിലൂടെ. ആ മക്കൾ നല്ലവരായി ജീവിക്കുന്ന കാലം അത്രയും ആ മാതാപിതാക്കൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ആ മക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലം അത്രയും ആ മാതാപിതാക്കൾ അതിൻ്റെ സുഖം, അതിൻ്റെ അനുഗ്രഹങ്ങൾ ഖബറിലും പരലോകത്തും അനുഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളിലൂടെ അല്ലാതെ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ അമലുകൾ മുഴുവൻ മുറിഞ്ഞുപോയി. ആ 3 കാര്യങ്ങളിൽ ഒന്നെന്താണ്? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ഒരു ജാരിയായ സദഖയുണ്ടെങ്കിൽ അതവന് നിലനിൽക്കും, മുറിഞ്ഞു പോവുകയില്ല. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ അവന് മരണത്തിന് ശേഷവും ഉപകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ അവൻ പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനവന് ഉപകാരം ലഭിക്കും. ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അല്ലെങ്കിൽ ആ മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനമുണ്ടെങ്കിൽ അതും മരണത്തിന് ശേഷം ഒരു മനുഷ്യന് ഉപകാരപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്ന പരലോകത്തുള്ള സ്വർഗ്ഗത്തിൽ ഉണ്ടാകുന്ന വലിയൊരു സംഭവം നോക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ അസ്സ വജല്ല ലയർഫഉ ദറജത ലിൽ അബ്ദി സ്സാലിഹി ഫിൽ ജന്ന, ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവൻ്റെ സ്ഥാനങ്ങൾ വളരെ ഉയർത്തിക്കൊടുക്കും. ഫയഖൂൽ, അപ്പോൾ ആ മനുഷ്യൻ പറയും യാ റബ്ബി അന്നാ ലി ഹാദി, എൻ്റെ റബ്ബേ എനിക്കെങ്ങനെയാണ് ഈ വലിയ സ്ഥാനം കിട്ടിയത്? ഇത്ര ഉന്നതമായ ദറജ സ്വർഗ്ഗത്തിൽ എനിക്ക് എങ്ങനെ കൈവരിക്കാൻ സാധിച്ചു? ഫയഖൂൽ, അപ്പോൾ അവനോട് പറയും ബിസ്തിഗ്ഫാരി വലദിക ലക്, നിൻ്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയത് കൊണ്ട് നിനക്ക് ലഭിച്ച സ്ഥാനമാണ് സ്വർഗ്ഗത്തിൽ. അതുകൊണ്ടാണ് നിനക്ക് ഇത്ര ഉയർന്ന സ്ഥാനം സ്വർഗ്ഗത്തിൽ ലഭിച്ചത്. സഹോദരന്മാരെ, അങ്ങനെ വലിയ സ്ഥാനമാനങ്ങൾ പരലോകത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ് മക്കളെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ദുനിയാവിലും സമ്പത്തും മക്കളും എന്നുള്ളത് ദുനിയാവിൻ്റെ അലങ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരത്തിൽപ്പെട്ടതാണ് സമ്പത്തും സന്താനവുമെല്ലാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന്, മനസ്സിന് സന്തോഷവും കൺകുളിർമയും അവൻ്റെ കരളിൻ്റെ കഷ്ണമായി മാറുന്ന, അല്ലെ, അവൻ്റെ മനസ്സിൽ വലിയ സ്ഥാനം ലഭിക്കുന്നവരാണ് മക്കളെന്ന് പറഞ്ഞാൽ. എന്നാൽ അതേ സമയം ഇങ്ങനെയൊക്കെയാകുമ്പോഴും അതേ മക്കൾ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണം മാത്രമാണ്. അതൊരു പരീക്ഷണം മാത്രമാണ്. ആ മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ടോ? അവരോടുള്ള അമാനത്തുകൾ നിറവേറ്റുന്നുണ്ടോ? മക്കളെന്ന അനുഗ്രഹം ലഭിച്ചതിൻ്റെ പേരിലുള്ള ശുക്ർ, നന്ദി കാണിക്കുന്നുണ്ടോ? അതല്ല, അതിൽ വിട്ടുവീഴ്ച, അതിനെ അവഗണിച്ച് ആ അനുഗ്രഹത്തെ വിസ്മരിച്ചുകൊണ്ട് ആ മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അതിൽ അലസമായാണോ ആ അനുഗ്രഹത്തെ നമ്മൾ കാണുന്നത്?
എന്നാൽ അത് വലിയ ശിക്ഷയ്ക്ക് കാരണമായി തീരും. അത് പരലോകത്ത് വിരൽ കടിക്കേണ്ട അവസ്ഥ അതിലൂടെ കടന്നു വരും. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന നിലക്ക്, രക്ഷിതാക്കൾ എന്ന നിലക്ക് മക്കളോടുള്ള ഉത്തരവാദിത്തം എന്താണ്, അവരോട് ഞാൻ നിർവഹിക്കേണ്ട എൻ്റെ ഡ്യൂട്ടികൾ എന്താണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിൻ്റെ 6-ാമത്തെ ആയത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഓതി വെച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. എന്താണ് നരകത്തിൻ്റെ പ്രത്യേകത? ആ നരകത്തിൽ മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകമാണ്. എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാക്കേണ്ടത്? അള്ളാഹുവിനെ അനുസരിക്കാൻ അവരോട് കൽപ്പിക്കണം, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് അവരെ വിലക്കണം, അവർക്ക് ഇസ്ലാമികമായ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അത് ഉമ്മാക്ക് മാത്രമുള്ളതല്ല. ചില രക്ഷിതാക്കൾ, ചില ഉപ്പമാർ വിചാരിച്ചിട്ടുള്ളത് മക്കളെ നോക്കലും ഓല വളർത്തലും ഓൽക്ക് മര്യാദ പഠിപ്പിക്കലൊക്കെ ഉമ്മാൻ്റെ ഡ്യൂട്ടിയാണ്, നമുക്കതിൽ റോളൊന്നുമില്ല. നേരെ തിരിച്ചും ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ഉപ്പ ചെയ്യേണ്ടതാണ്, ഉമ്മ ചെയ്യേണ്ടതല്ല. പക്ഷെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് തുല്യമായ പങ്ക് അതിലുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലുക്കും റാഇൻ ഫമസ്ഊലുൻ അൻ റഅയ്യതി. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. എന്തിൻ്റെ മേലാണോ, ആരുടെ മേലാണോ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉള്ളത്, അതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഫൽ അമീറുല്ലദീ അലന്നാസി റാഇൻ ഹുവ മസ്ഊലുൻ അൻഹും. ഒരു വിഭാഗം ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട അമീർ, അവരുടെ നേതാവ്, ആ ജനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യപ്പെടും. വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി വഹുവ മസ്ഊലുൻ അൻഹും. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, അവൻ്റെ വീട്ടുകാരുടെ വിഷയത്തിൽ അവൻ ഉത്തരവാദിത്തമുണ്ട്, അതിനെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ വവലദിഹി വഹിയ മസ്ഊലത്തുൻ അൻഹും. അതുപോലെ ഒരു ഭാര്യയ്ക്ക് ആ ഭാര്യയുടെ ഭർത്താവിൻ്റെ വിഷയത്തിൽ, ഭർത്താവിൻ്റെ മക്കളുടെ വിഷയത്തിൽ, ആ വീടിൻ്റെ വിഷയത്തിൽ ഭാര്യയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭർത്താവിൻ്റെ വീടിൻ്റെ വിഷയത്തിൽ ഭാര്യയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിക്കുമുണ്ട്, അയാളുടെ ഭാര്യക്കുമുണ്ട്, പിതാവിനുമുണ്ട്, മാതാവിനുമുണ്ട് ഉത്തരവാദിത്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തർആഹ്. ഏതൊരു മനുഷ്യനും ഏതൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അവന് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ അവനോട് ചോദ്യം ചെയ്യും. ഹഫിദ ദാലിക അം ദയ്യ. ആ ഉത്തരവാദിത്തം അവൻ നിർവഹിച്ചിട്ടുണ്ടോ, അതല്ല അവൻ പാഴാക്കിയോ എന്ന് ചോദ്യം ചെയ്യപ്പെടും. ഹത്താ യുസ്അല റജുല അൻ അഹ്ലി ബൈതിഹി. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ തൻ്റെ വീട്ടുകാരുടെ വിഷയത്തിൽ വരെ അവൻ ചോദ്യം ചെയ്യപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിച്ചു. എങ്കിൽ സഹോദരന്മാരെ, ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുക എന്നുള്ളത് നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യുന്ന, നമ്മുടെ കുടുംബത്തോട് നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്ത വീഴ്ചയാണ്, വഞ്ചനയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവർ അത് നിർവഹിക്കുവാൻ കടപ്പെട്ടവരാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ മിൻ അബ്ദിൻ യസ്തറഇ ഇല്ലാഹു റഅയ്യ. ഏതൊരു മനുഷ്യനും എന്തിൻ്റെ മേലും അല്ലാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഅയ്യതി. അവൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ മേൽ അവരോടുള്ള ബാധ്യത നിർവഹിക്കാതെയാണ്, വഞ്ചന കാണിച്ചുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സ്വർഗം അവൻ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെങ്കിൽ സ്വർഗം നിഷിദ്ധമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ ഉത്തരവാദിത്തത്തിൻ്റെ വിഷയത്തിൽ മക്കൾ വരും, കുടുംബം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഉത്തരവാദിത്വം, ഈ ഒരു അമാനത്ത് ഏറ്റവും അധികം അതിൻ്റെ മസ്ഊലിയത്ത് അധികരിക്കുന്ന, അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഗൗരവവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിത്നകൾ ആർത്തിരമ്പി വരികയാണ് നമ്മുടെ മക്കളുടെ അടുത്തേക്ക്. എല്ലാ തരത്തിലുമുള്ള ഫിത്നകൾ, എല്ലാ തരത്തിലുമുള്ള വിശ്വാസപരമായും അല്ലാത്ത എല്ലാ തരത്തിലും അവരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന, തിന്മയിലേക്ക് മാടി വിളിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിൽ സഹോദരന്മാരെ, ഈ വിഷയത്തിൽ ശ്രദ്ധ വളരെ അധികരിക്കേണ്ട, വളരെയധികം നമ്മൾ ഗൗരവം കാണിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മക്കളുടെ വിഷയം. എത്രത്തോളം എന്ന് വെച്ചാൽ പലപ്പോഴും
നമ്മുടെ മക്കളുടെ കൂട്ടുകാർ തന്നെയാണ് വലിയ വിനയാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർ-റജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ് ഒരു മനുഷ്യൻ. അതുകൊണ്ട് ആരോട് കൂട്ടുകൂടുന്നു എന്നത് അവൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ, അവൻ പരിഗണിച്ചു കൊള്ളട്ടെ, അവൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ആരാണ്? അവർ ആരുമായാണ് അവർ കമ്പനി കൂടുന്നത്? ആരോടാണ് അവർക്ക് ചങ്ങാത്തമുള്ളത്? അതൊക്കെ അവഗണിച്ച്, അതൊന്നും പരിഗണിക്കാതെ, അതൊന്നും ശ്രദ്ധ കാണിക്കാതെ, ഗൗനിക്കാതെ വിടുകയാണെങ്കിൽ നമ്മുടെ പേരിലുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ നിറവേറ്റുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അത് മാത്രമാണോ? ഇനി കൂട്ടുകാരൊന്നുമില്ല, എൻ്റെ മക്കൾക്ക് അങ്ങനെ മോശപ്പെട്ട കൂട്ടുകെട്ടൊന്നുമില്ല, അവർ വീട്ടിൽ തന്നെ ഇരിക്കലാണ്, അവർ ഞാൻ പുറത്തേക്ക് പോലും വിടലില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം വീടുമോ? എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമോ? ആധുനിക കാലഘട്ടത്തിൽ അതുകൊണ്ട് പ്രശ്നം തീരൂല എന്നല്ല, പ്രശ്നം അധികരിക്കുകയാണ് ചെയ്യുന്നത്. നല്ല കൂട്ടുകെട്ടിലേക്ക് നമ്മളെ മക്കളെ നല്ല കൂട്ടുകെട്ടിൻ്റെ കൂടെ അവരാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അവരെ കാത്തിരിക്കുന്നത് ഓൺലൈനിലും മൊബൈൽ ഫോണിലെ സ്മാർട്ട് ഫോണിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ അവരെ കാത്തിരിക്കുന്ന, വല വീശിയിരിക്കുന്ന, എല്ലാ തരത്തിലും അവരെ വേട്ടയാടാൻ വേണ്ടി കാത്തിരിക്കുന്ന, അവരുടെ ഫിത്രത്തിനെ തന്നെ, ശുദ്ധ പ്രകൃതിയെ തന്നെ ഇല്ലാതാക്കുന്ന, അവരുടെ വിശ്വാസത്തെ കുളം തോണ്ടുന്ന, അവരുടെ എല്ലാ തരത്തിലുമുള്ള അവരുടെ ബുദ്ധിയെയും ചിന്താശേഷിയെയും മുഴുവൻ നശിപ്പിക്കുന്ന, അവരുടെ സ്വഭാവങ്ങളും മൂല്യങ്ങളും ഇല്ലാതെയാക്കുന്ന, അവർ മാതൃകയാക്കുന്ന മോശപ്പെട്ട നീചന്മാരായ ആളുകളെ, വ്യക്തികളെ, സെലിബ്രിറ്റികളെ പോലുള്ള ആളുകളെ അവരുടെ മുമ്പിൽ മാതൃകളായി കാണിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മുടെ മക്കളെ അവരിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രവണതകൾ ആധുനിക കാലഘട്ടത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, മക്കളുടെ കാര്യത്തിൽ എൻ്റെ മക്കൾ മോശപ്പെട്ട കൂട്ടുകാരൊന്നും അവർക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ചങ്ങായിമാരായിട്ട് നമ്മൾ കൂട്ടുകൂടാറില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ മനസ്സിലാക്കുക. അവരുടെ മുമ്പിലേക്ക് സ്ക്രീനുകളിലൂടെ, ടെലിവിഷനിലൂടെ കടന്നു വരുന്ന കാര്യങ്ങൾ തന്നെ മതി അവർ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു പോകാൻ. എല്ലാ തരത്തിലുമുള്ള ചില കാർട്ടൂണുകൾ തന്നെ മതി അവരെല്ലാ തരത്തിലുമുള്ള ദീനും അഖീദയും എല്ലാം നശിപ്പിച്ച് എല്ലാ അടിസ്ഥാന നന്മകളെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള LGBTQ ആക്ടിവിസം പോലുള്ള പല ലിബറൽ ചിന്താഗതികളും നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുന്നതാണ് ആധുനിക കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ ടെലിവിഷൻ പ്രോഗ്രാമുകളും അല്ലാത്ത സ്ക്രീനുകൾ, ബിഗ് സ്ക്രീനുകളും മിനി സ്ക്രീനുകളും നമ്മുടെ മക്കളിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള അവസ്ഥകളാണ്. ഇനി അപ്പുറത്ത് ഗെയിമാണ് മറ്റൊരു ലഹരി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇത്തരം ഗെയിമുകളിലൂടെ വളരെ മോശമായ പ്രവണതകൾ നമ്മുടെ മക്കളിലേക്ക് കടന്നു കയറുന്നുണ്ട്. വളരെ നീചമായ കാര്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് അത് എത്തുന്നുണ്ട്. വളരെ മോശപ്പെട്ട ചിന്താഗതികൾ അവരിലേക്ക് അത് കടത്തിവിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഹോദരന്മാരെ, ഇതൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഊഹിച്ച് പറയുന്നതല്ല, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ആ മേഖല ഒന്ന് പരിചയപ്പെട്ടാൽ മതി അതിൻ്റെയൊക്കെ ഗൗരവത്രത്തോണ്ടെന്ന് മനസ്സിലാവാൻ. അല്ലേ, ഇത് ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതാണ്. ആരാണ് സഹോദരന്മാർ ഇതിൻ്റെ പിന്നിൽ? ഈ പറഞ്ഞ എല്ലാ തിന്മകളിലേക്ക് മാടി വിളിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രികളുടെയും പിന്നിൽ ആരാണ്? ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, ജൂതന്മാരാണ്, ക്രിസ്ത്യാനികളാണ്, ഇസ്ലാമിൻ്റെയും മുസ്ലിമുകളുടെയും ശത്രുക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളോട് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ അധികം ആളുകളും ആഗ്രഹിക്കുന്നത് എന്താണ്? അവരാഗ്രഹിക്കുന്നുണ്ട് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, നിങ്ങൾക്ക് ഈമാൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വാസിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ ആഗ്രഹിക്കാനുള്ള കാരണം? ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവർക്ക് അസൂയയാണ്. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, ഇസ്ലാം സത്യമാണെന്ന് അവർക്കറിയാം. ഇസ്ലാം എന്ന ആദർശം സ്വീകരിച്ചാൽ, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ പിന്നെ ഒരു തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇവരെ ലഭിക്കുകയില്ല എന്നറിയാം. പിന്നെ അവരുടെ കൊള്ളരുതായ്മകൾ സമൂഹത്തിൽ വില പോവുകയില്ല എന്നറിയാം. അവരുടെ മോശപ്പെട്ട നീച ബിസിനസ്സുകൾ സമൂഹത്തിൽ നടമാടുകയില്ല എന്നറിയാം. എങ്കിൽ ആ നന്മയിലേക്ക് പോകുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരികളെ മക്കളെ അവർ കുഫറിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ, തിന്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, നോക്കൂ, വലൻ തർദ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും, പ്രവാചകരെ, നിങ്ങൾ അവരുടെ മാർഗം സ്വീകരിക്കുന്നത് വരെ ജൂതന്മാരും ക്രിസ്ത്യാനികളും നിങ്ങളെക്കുറിച്ച് തൃപ്തരാവുകയില്ല, നിങ്ങളെക്കുറിച്ച് സംതൃപ്തരാവുകയില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവർക്ക് സംതൃപ്തി ലഭിക്കുന്നുണ്ടോ?
അവർക്ക് ലാഭം ലഭിക്കുന്നുണ്ടോ, അവർക്ക് ഗുണം ലഭിക്കുന്നുണ്ടോ, അവിടെ നമ്മൾ മനസ്സിലാക്കുക അവർ നമ്മുടെ ദീനിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മൂല്യങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തൃപ്തിയും ഇഷ്ടവും സന്തോഷവും നൽകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇത്തരത്തിലുള്ള തിന്മയുടെ വക്താക്കൾ, അത് നമ്മൾ ആസ്വദിക്കാനല്ല അവരത് ചെയ്യുന്നത്, നമ്മൾ ആസ്വദിപ്പിക്കാനല്ല, നമ്മുടെ ദീനിനെ കുളം തോണ്ടാൻ, നമ്മുടെ മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ, നമ്മുടെ സദാചാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പണിപ്പെടുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്കിൽ സഹോദരന്മാരെ, ഇങ്ങനെയുള്ള എല്ലാ ആധുനിക ഇൻ്റർനെറ്റ് സൗകര്യങ്ങളിൽ നിന്നും ആധുനികതയുടെ എല്ലാ സൗകര്യങ്ങളും ഒഴിവാക്കി അടച്ചുപൂട്ടി മുറിയിലിരിക്കണമെന്നാണോ, ഒരു റൂമിൽ അടഞ്ഞിരിക്കണമെന്നാണോ നമ്മൾ പറയുന്നത്? ഒരിക്കലുമല്ല. പക്ഷെ കൃത്യമായ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്കുണ്ടാകണം, നമ്മുടെ മക്കൾക്കും ഉണ്ടാകണം. നമ്മുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അല്ലേ, ഞാനിത് ഉപയോഗിക്കുന്നതിലൂടെ ഞാൻ വഞ്ചിക്കപ്പെടുന്നില്ല, എൻ്റെ ദീന് നശിപ്പിക്കപ്പെടുന്നില്ല, എൻ്റെ ദീനും ദുനിയാവും ഇല്ലാതെയാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് സാധിക്കണം, നമ്മുടെ വിഷയത്തിൽ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ വാർത്തെടുക്കുമ്പോൾ, അങ്ങനെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായി സഹോദരന്മാരെ, നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ, നല്ല മക്കളെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിവാഹത്തിന് മുമ്പാണ്. വിവാഹത്തിൻ്റെ മുമ്പ് തുടങ്ങണം ശ്രദ്ധ, വിവാഹത്തിന് ശേഷമല്ല, വിവാഹത്തിൻ്റെ മുമ്പ് തുടങ്ങണം ശ്രദ്ധ. എന്താണ് ആ ശ്രദ്ധ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വജമാലിഹാ വലിദീനിഹാ. 4 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടും. ആ 4 കാര്യങ്ങളും അവളുടെ സമ്പത്തിൻ്റെ പേരിൽ, അവരുടെ കുടുംബമഹിമയുടെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. ദീനുള്ളവരെയാണ് നീ മുറുകെ പിടിക്കേണ്ടത്. അതിൽ നീ എത്ര പ്രയാസപ്പെട്ടാലും ദീനുള്ളവരെയാണ് നീ നോക്കേണ്ടത്. സഹോദരന്മാർ, നമ്മുടെ മക്കളുടെ മാതാവാകേണ്ടവരാണ് അവൾ. അല്ലേ, സഹോദരിമാരോടാണെങ്കിൽ നമ്മുടെ മക്കളുടെ ആകേണ്ടവരാണ് അവർ. അല്ലെ, നമ്മുടെ മക്കൾ മാതൃകളാക്കാനുള്ളവരാണ് നമ്മുടെ ഇണകൾ. ആ ഇണകളെ നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ എന്താണ് നോക്കിയത്? അവരുടെ സൗന്ദര്യം മാത്രമാണ് നോക്കിയത്? അല്ലേ, അവരുടെ മറ്റുള്ള എന്തെങ്കിലും ഐഹികമായ കാര്യങ്ങളാണ് നോക്കി? പിന്നെ എങ്ങനെയാണ് മാതൃകകളായ മക്കളെ, നല്ല മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞില്ലേ, ഇദാ ഖതബ ഇലൈക്കും മൻ തർദൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ. നിങ്ങളിലേക്ക് ദീനും സ്വഭാവവും തൃപ്തിയുള്ളവർ വിവാഹം അന്വേഷിച്ചു വന്നാൽ, പെൺകുട്ടികളുടെ പിതാക്കന്മാരോട് അള്ളാഹു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഔലിയായിനോട് പറയാണ്, വലിയനോട് പറയാണ്, നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഒരു നല്ല ദീനുള്ള, നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസവ്വിജൂ, അവന് നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്കണം. അവന് നല്ല ദീനുള്ള ആളാണ്, അവന് നല്ല സ്വഭാവമുള്ള ആളാണ് എങ്കിൽ വിവാഹം ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇല്ലാ തഫ്അലൂ തകുൻ ഫിത്നത്തുൻ ഫിൽ അർദി വഫസാദുൻ അരീദ്. അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഭൂമിയിൽ വമ്പിച്ച കുഴപ്പങ്ങളും വലിയ വിനാശകരമായ പ്രശ്നങ്ങളും ഭൂമിയിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നല്ല മനുഷ്യന്മാർക്ക് പെണ്ണ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഭൂമിൻ്റെ കഥ പറയാനുണ്ടാവില്ല. നല്ല മനുഷ്യന്മാർക്ക് പോലും നല്ല സ്ത്രീകളെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഭൂമിയിലെ ഫസാദിൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടാവില്ല. അങ്ങോട്ടാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ, മക്കളെ നല്ല നിലക്ക് വളർത്തേണ്ട മാതാപിതാക്കളെ ഇപ്പം നല്ല നിലക്ക് വളർത്തേണ്ട അവസ്ഥയാണ്. ദീന് പഠിപ്പിക്കേണ്ട മാതാപിതാക്കളാണ് ഇപ്പോൾ, അവർക്കാണ് ഇപ്പോൾ ദീന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മക്കളെക്കാളും വളരെ ദുരന്തത്തിലേക്ക് മാതാപിതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ സഹോദരന്മാരെ, ഒന്നാമതായി വിവാഹത്തിൻ്റെ മുമ്പ് ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ടാമതായി ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ധാരാളമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക, മക്കളെ നന്നാക്കി തരുവാൻ, മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സലാസു ദഅവാതിൻ മുസ്തജാബാതുൻ ലാ ശക്ക ഫീഹിൻ. 3 പ്രാർത്ഥനകൾ ഉത്തരം ചെയ്യപ്പെടുമെന്നതിൽ സംശയമില്ല. ദഅവത്തുൽ വാലിദി ലിവലദി, ഒരു പിതാവ് തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന. വദഅവത്തുൽ മർഇ ലി അഖി, ഒരു വ്യക്തി തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന.
അതുകൊണ്ട് പിതാവിൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട്. സഹോദരന്മാരെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, അള്ളാഹു അവരുടെ സ്വാലിഹീങ്ങളാക്കണേ, അവരെ നന്നാക്കി തരണേ. നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രയോറിറ്റിയിൽ അത് കടന്നു വരാറുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിരുന്നു, വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നീ രക്ഷിക്കണമേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിരുന്നു അല്ലേ? അതുപോലെ തന്നെ അദ്ദേഹം പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, റബ്ബി ജിഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി, റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവർ നീ ആക്കണമേ. സഹോദരന്മാരെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? റബ്ബന വതഖബ്ബൽ ദുആ, ഞങ്ങളെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവിടുത്തെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്ന അബാകുമാ ഇബ്രാഹിം കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈൽ വ ഇസ്ഹാഖ്, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം, പൂർവ്വപിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളായ ഇസ്മായിലും ഇസ്ഹാഖിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താണ് ആ പ്രാർത്ഥന? അഊദു ബികലിമാത്തില്ലാഹി താമ്മ, പരിപൂർണമായ അള്ളാഹുവിൻ്റെ വചനങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ, എല്ലാ പിശാചിൽ നിന്നും എല്ലാ വന്യമൃഗങ്ങളിൽ നിന്നും. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ഉപദ്രവകരമായ എല്ലാ കണ്ണേറിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ശരണം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു അല്ലേ? കണ്ണേറിൽ നിന്ന് രക്ഷ തേടിയിരുന്നു, വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടിയിരുന്നു, പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മക്കൾക്ക് വേണ്ടി രക്ഷ തേടിയിരുന്നു. സഹോദരന്മാരെ, നമ്മൾ രക്ഷ തേടാറുണ്ടോ? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരാറുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അതൊക്കെ ശ്രദ്ധിച്ചും പരിഗണിച്ചും കൊണ്ടും നമ്മുടെ മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിലുള്ള വിശ്വാസം അവരിൽ ഊട്ടി ഉറപ്പിക്കാനുള്ള പണി നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ഈമാൻ അവരുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാൻ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അള്ളാഹുവിൽ എത്ര കണ്ട് നമ്മുടെ മക്കളിൽ വിശ്വാസമുണ്ടോ, ഈമാനുണ്ടോ, അത് അവർക്ക് മനസ്സിലേക്ക് കൈമാറുവാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ എല്ലാത്തിലും നമ്മൾ രക്ഷപ്പെടും. പിന്നെ ഒന്നും അവരെക്കുറിച്ച് നമുക്ക് പേടിക്കാനുണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്തിൻ്റെ കൂട്ടത്തിലുള്ള ചെറിയ സഹാബിമാരുടെ വിഷയത്തിൽ ഈമാൻ അവരുടെ മനസ്സിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കുവാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ജുന്ദുബ് ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നോക്കൂ നിങ്ങൾ, കുന്നാ മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഗിൽമാനുൻ ഹസാവിറ, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സമപ്രായക്കാരായ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത്, ഞങ്ങൾ സമപ്രായക്കാരായ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ. ആ സമയത്ത് ഫതഅല്ലംനൽ ഈമാന ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ, അല്ലാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ് തന്നെ ഈമാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. ഖുർആൻ ഞങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈമാൻ ഞങ്ങൾ പഠിച്ചിരുന്നു. എന്താ അതിൻ്റെ ഉദ്ദേശം? ഖുർആൻ ഇങ്ങനെ കുറേ ഹിഫ്ളാക്കുക, മനപ്പാടാക്കുക അല്ലേ? നമ്മളെ മക്കളെ എല്ലാവർക്കും വാർത്ത തോന്നുമ്പോൾ ഒരുപാട് ആളുകൾക്ക് തോന്നുന്ന ഒരു ടെൻഡൻസിയാണെന്ത്, നേരെ ഏതെങ്കിലും ഒരു ഹിഫ്ളിന് ആണ് പറഞ്ഞയക്കുക. ഹിഫ്ളിന് പറഞ്ഞയക്കലല്ല ഒന്നാമത്തെ പ്രിഫറൻസ്. ഒന്നാമത്തെ പ്രിഫറൻസ് അവരുടെ വിശ്വാസം ശരിയാക്കുവാൻ, അവരുടെ കാഴ്ചപ്പാട് ശരിയാക്കുവാൻ, അവരുടെ മനസ്സിലേക്ക് ദീനിൻ്റെ പാഠങ്ങൾ കൈമാറുവാൻ, അതവരുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുവാൻ. അതാണ് സഹാബി പറയുന്നത്, തഅല്ലംനൽ ഈമാന ഖബ്ലൽ ഖുർആൻ, ഖുർആനിന് മുമ്പ് ഈമാൻ പഠിച്ചവരായിരുന്നു ഞങ്ങൾ. സുമ്മ തഅല്ലംനൽ ഖുർആൻ, പിന്നീട് ഞങ്ങൾ ഖുർആൻ പഠിച്ചു.
ആദ്യം വിശ്വാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ശരിയാക്കി തന്നത്. ആദ്യം ദീനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ ഖുർആൻ ഞങ്ങൾ മനഃപ്പാഠമാക്കി, ഖുർആൻ ധാരാളമായി ഞങ്ങൾ പഠിച്ചു. ഫസ്ദദ്നാ ബിഹി ഈമാന, അങ്ങനെ ഞങ്ങൾ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ശൈലി നോക്കൂ നിങ്ങൾ. ആ ശൈലിയാണ് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ദീൻ അവർക്ക് കൈമാറാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാകളെക്കുറിച്ച്, സിഫാത്തുകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നന്മയെക്കുറിച്ച്, അവൻ്റെ പരിപൂർണതയെക്കുറിച്ച്, അവൻ നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മുടെ നാവ് കൊണ്ട് നമുക്കോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അല്ലേ, നമുക്ക് റബ്ബിനെക്കുറിച്ച് നമ്മുടെ മക്കളോട് പറയാൻ സാധിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? അല്ലേ, സ്വന്തം മകനോട് മകളോട് പടച്ചോനെ പരിചയപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അല്ലേ, നമ്മുടെ റബ്ബിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ, അവൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാൻ. അല്ലേ, മോനെ മോളെ എന്ന് വിളിച്ചിരുത്തിയിട്ട് അള്ളാഹുവിനെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, തവക്കുലിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഹദീസ് നോക്കൂ നിങ്ങൾ. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മകനെ ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താ വാചകങ്ങൾ നോക്കൂ നിങ്ങൾ. ചെറിയ കുട്ടിക്ക് റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്, പടച്ചോൻ നിന്നെ സംരക്ഷിക്കും. നോക്കൂ നിങ്ങൾ, എത്ര വലിയ ഈമാനികമായൊരു ധൈര്യം ഒരു മകനെ, ഒരു കുട്ടിക്ക് ഈ ഒരു വാചകത്തിലൂടെ കിട്ടും. അള്ളാഹുവിനെ നീ സൂക്ഷിച്ച മകനെ, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, അള്ളാഹുവിനെ നീ സൂക്ഷിച്ചാൽ നിന്റെ റബ്ബിനെ നിനക്ക് നിന്റെ മുമ്പിൽ കണ്ടെത്താം മകനെ. അല്ലേ, പടച്ചോന് നിന്റെ മുമ്പിലുണ്ടാവും. എല്ലാത്തിലും നിന്നെ നയിക്കാൻ റബ്ബുണ്ടാകും. അല്ലേ, നമ്മുടെ മക്കൾക്ക് നമുക്ക് കൈമാറാൻ സാധിച്ചിട്ടുണ്ടോ? ഇദാ സഅൽത ഫസ്അലില്ലാഹ്, മകനെ നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കട്ടോ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ വല്ലതും സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം മകനെ. വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ബിശൈഇൻ ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. മോനെ നീ അറിയണം, ഈ ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ, ഈ ഉമ്മത്ത് മുഴുവൻ നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്കൊന്നും നിനക്കൊരു ചുക്കും ചെയ്തു തരാൻ സാധിക്കൂല, അള്ളാഹു നിനക്ക് ഉദ്ദേശിച്ചതല്ലാതെ. വലവിജ്തമഉ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു അലൈക. ഈ ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യരും കൂടി നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് കൂട്ടിക്കോ, അവർക്കൊന്നും നിനക്കെതിരെ ചെയ്യാൻ സാധിക്കൂല. അള്ളാഹു തീരുമാനിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല. റുഫിഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. വജുഫത്തി സുഹുഫ്, ഏടുകൾ ഉണങ്ങിയിട്ടുണ്ട്. ഖലാ ഖദർ തീരുമാനമായിട്ടുണ്ട്, വിധികൾ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. വിധിവിശ്വാസം ആ മനസ്സിലേക്ക്, ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക് കൈമാറിയത് നോക്കൂ നിങ്ങൾ. എത്ര വലിയ ആത്മവിശ്വാസവും തവക്കുലും ഒരു കുട്ടിയുടെ മനസ്സിൽ ഈ പാഠങ്ങൾ നമ്മൾ കൈമാറിയുണ്ടാവും. അല്ലേ, അങ്ങനെ നമ്മുടെ മക്കൾക്ക് ഹദീസിലൂടെ, ആയത്തിലൂടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപദേശങ്ങളിലൂടെ, വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളിലൂടെ ദീന് നമ്മുടെ വായയിലൂടെ കൈമാറാൻ നമുക്ക് സാധിക്കണം. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അതിന് നമ്മളും അതിനനുസരിച്ചാകണം. അതാണ് പ്രശ്നം. ഞാനതിനായിട്ടില്ല നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളാദ്യം ശരിയാകണം. നമ്മൾ ശരിയാകാൻ നമ്മുടെ മക്കൾ ശരിയാവാൻ പണിയാണ്, പ്രയാസമാണ്. നമുക്കതിന് സാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, കുറേ ഭക്ഷണം കൊടുക്കുക, കുറേ വസ്ത്രം വാങ്ങിക്കൊടുക്കുക, അല്ലേ, കുറേ പാർപ്പിടം ഒരുക്കുക, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നതല്ല. അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ വേണ്ടതാണ്, അതൊക്കെ ബാധ്യത തന്നെയാണ്. പക്ഷെ അതിനേക്കാളെല്ലാം മുഖ്യം ദീനും ദുനിയാവും അവർക്ക് ദീനിലും ദുനിയാവിലും അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന, നാളെ നരകത്തിയിൽ നിന്ന് അവരെ കാത്തിരക്ഷിക്കുന്ന രൂപത്തിൽ, അവരുടെ ഫിത്രത്തിനെ, അവരുടെ ശുദ്ധ പ്രകൃതി, അവരുടെ ദീനിനെ നിലനിർത്താൻ ഉതകുന്ന രൂപത്തിലുള്ള നല്ല തെർബിയത്ത് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. മദ്രസ സംവിധാനങ്ങൾ ഏറ്റവും നല്ല അവസരമാണ്. നമ്മുടെ നാട്ടിലുള്ള മദ്രസകളിൽ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ട ദീനിൻ്റെ പാഠങ്ങൾ അവരിടുന്ന പഠിപ്പിക്കുക. അല്ലേ, നമ്മൾ സ്വന്തം പഠിപ്പിക്കുക, ഓക്കെ, നമുക്ക് സ്വന്തം അത് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഓക്കെ. നമ്മുടെ മക്കൾക്ക് ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ കൈമാറിയിട്ടില്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ നാട്ടിലുള്ള മദ്രസകളുള്ള അവസരമാണ്. ഒരുപാട് ദഅവാ സംരംഭങ്ങളും പരിപാടികളും പ്രോഗ്രാമുകളും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിലൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ വളരെ വലിയ ശ്രദ്ധ നമുക്കുണ്ടാകണം. അതൊക്കെ പോവുകയാണ് പോയിക്കോട്ടെ, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നും മട്ടിലാകരുത് നമ്മൾ. അല്ലേ, നമ്മുടെ മക്കൾ എല്ലാ നന്മയിലും പങ്കാളികളാകണം. എല്ലാ ദഅവാ പരിപാടികളിലും പദ്ധതികളിലും ദീന് പഠിക്കാനുള്ള അവസരങ്ങളിലൊക്കെ എൻ്റെ കൂടെയും അവർക്കുള്ളതിലുമെല്ലാം അവരുണ്ടാകണം.
എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ ഉപദേശം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അത് ഇനി പറയാൻ നമുക്ക് സമയമില്ല. അടുത്തൊരു സന്ദർഭം വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദീകരിക്കാം. ഇതുപോലെ അള്ളാഹുവും അതിൻ്റെ റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആൻ പഠിച്ചത് കാരണം വലിയ സ്ഥാനം ലഭിക്കുന്ന, പരലോകത്ത് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. എന്നിട്ട് മാതാപിതാക്കൾക്ക് സുന്ദരമായ കിരീടങ്ങളും വസ്ത്രങ്ങളും അണിയിപ്പിക്കും പരലോകത്ത് മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അപ്പോൾ ചോദിക്കും, ബിമാ കുസീന ഹാദി, ഇത്ര സുന്ദരമായ വസ്ത്രം എനിക്ക് എങ്ങനെ കിട്ടി, ഞാൻ എങ്ങനെ അത് ധരിപ്പിക്കപ്പെട്ടു? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അവരോട് പറയപ്പെടും, ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണിത്. സഹോദരന്മാരെ, ആ ഖുർആൻ പഠിക്കുന്ന, ദീന് പഠിക്കുന്ന, ഈമാൻ സംരക്ഷിക്കപ്പെടുന്ന, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയാകുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അസ്ലിഹ് ലനാ ദുർരിയ്യാതിനാ ഇന്നാ തുബ്നാ ഇലൈക് വ ഇന്നാ മിനൽ മുസ്ലിമീൻ. اللهم انصر عبادك المستضعفين ودمر اليهود المجرمين. اللهم آمنا في أوطاننا وأصلح أئمتنا وولاة أمورنا واجعل ولايتنا في من خافك واتقاك واتبع رضاك. اللهم صل وسلم على نبينا محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله.